സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇടത് അധ്യാപക സംഘടന. നിയമന നടപടികൾക്ക് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് KSTAയുടെ ഭാഗമായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ SSA ഫണ്ട് നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും സുപ്രീം കോടതി ഇടപെടൽ വേണമെന്നുമാണ് ആവശ്യമുയരുന്നത്. സുനിഷ അയിലൂരാണ് ചേരുന്നത്. സുനിഷ, എന്താണ് ഇക്കാര്യത്തിൽ ഇവരുടെ നിലപാട്? വിനീത, പൊതുവിദ്യാലയങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുന്നവരാണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ. നേരത്തെ തന്നെ ഈ നിയമനങ്ങൾ തസ്തിക സൃഷ്ടിക്കേണ്ടതുണ്ട്, നിയമനം നടത്തേണ്ടതുണ്ട്, ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നവരെ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി സുപ്രീം കോടതി തന്നെ ഇടപെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയത് ഉൾപ്പെടെ അത് തെറ്റിദ്ധാരണ പടർത്തുന്നതാണ് എന്നതടക്കമുള്ള ആക്ഷേപം പല ഘട്ടങ്ങളിലും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഇടത് അധ്യാപക സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. KSTAയുടെ ഭാഗമായുള്ള കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഇപ്പോൾ ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തൊരു വിഷയമുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ SSA ഫണ്ട് നൽകിയിട്ട് പോലും സംസ്ഥാന സർക്കാർ ഈ നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള നടപടിയും മുന്നോട്ട് വെച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അധ്യാപകർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വീണ്ടും ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളത് തന്നെയാണ് അധ്യാപകർ മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഹർജിയുമായി ഇപ്പോൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഹർജി 12-ാം തീയതി വീണ്ടും പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. വിനീത. ശരി, സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.